ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാഗി നൂഡിൽസ് ആണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ചെറിയ സവോള ഇതുപോലെ അരിഞ്ഞതാണ്. ഇനി വലിയ സവോളയാണെങ്കിൽ പകുതി സവോള എടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഒരു പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ ചേർക്കുന്നത് മാഗി മസാലയാണല്ലോ, അതിൽ കുറച്ച് ഉപ്പൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് 1/2 മുറി തക്കാളി നമ്മൾ ഇതുപോലെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടോട്ടെ. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ 1/4 കപ്പ് വീതം പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ് അരിഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് വയലുണ്ട്, നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാം മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കിയെടുത്തേച്ചാലും മാത്രം മതി. ഇനി ക്യാപ്സിക്കമോ നമ്മുടെ ഈ ഫ്രോസൺ പീസോ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മാഗിയുടെ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 പീസ് മാഗിയുടെ കഷ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2 പാക്കറ്റ് മസാല ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വഴളേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 2 കഷ്ണമായതുകൊണ്ട് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ 4 കഷ്ണമാണെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം. ഇനി ഈ സമയത്ത് നമ്മൾ മസാലയുടെ ഉപ്പൊന്ന് കണക്കാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മസാല ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസിൻ്റെ പീസ് നമ്മൾ 2ആയിട്ട് ഒടിച്ചിട്ടായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് അങ്ങനെ കുനുകുനാന്ന് ഒടിച്ച് കളയേണ്ട ആവശ്യമില്ല. നെടുകെ നമ്മൾ 2 കഷ്ണങ്ങളായിട്ട് ഒടിച്ചിട്ടിട്ട് കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ ഒരുപാട് ഇളക്കി കൊടുക്കുന്നില്ല കേട്ടോ. ഇടുന്ന ആ ഒരു പരുവത്തിൽ തന്നെ വെച്ചിട്ട് നമ്മളിനി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കാനായിട്ടാണ് പോകുന്നത്. അത് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. ഒരുപാട് തീയൊന്നും കൂട്ടിയിട്ടിട്ടൊന്നും വെക്കേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഏകദേശം വെള്ളമൊക്കെ പകുതിയോളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് ഉടയ്ക്കരുത്, ഉടച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ആ സമയമാകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ വെന്ത് വരും. അപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സൈഡിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് കേട്ടോ. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത്, അതായത് നമുക്കിപ്പം മല്ലിയില ചേർക്കണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ മല്ലിയില ചേർക്കാം. അല്ലെങ്കിൽ കുറച്ച് എരിവ് കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് 1 മുട്ട ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ട് ചിക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ മുട്ടയൊന്ന് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്, ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നൂഡിൽസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ മസാല മാത്രം ചേർത്ത് കഴിക്കുന്നതിനേക്കാട്ടിലും ഇങ്ങനെയൊന്ന് ചേർത്ത് കഴിക്കുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.